ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്നായിട്ടുള്ള പൈതൽ മലയിലോട്ടാണ്. ഏകദേശം 4500 അടിയാണ് സീ ലെവലിൽ നിന്ന് ഇവർ ഉയർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ 1372 മീറ്റർ. അത്യാവശ്യം ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ ഇറങ്ങി കേട്ടോ. രാവിലെ 6:45 ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കൊടിയേരി ജംഗ്ഷനിൽ നിന്നൊരു ബസ് പിടിച്ചിട്ട് ഞങ്ങൾ തലശ്ശേരി സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്നൊരു ട്രാൻസ്പോർട്ട് ബസ് കയറിയിട്ട് കണ്ണൂർ സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് ശ്രീകണ്ഠാപുരം ബസ്സാണ് നിങ്ങൾ കയറേണ്ടത്. വെളുപ്പിന് ഇറങ്ങിയതുകൊണ്ട് വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ആ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഉള്ളിവടയും ബോണ്ടയും ചായയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പെർ ഹെഡ് എന്ന് പറയാൻ നേരത്ത് കണ്ണൂർ ടു ശ്രീകണ്ഠാപുരം 45 രൂപയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ശ്രീകണ്ഠാപുരം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുടിയാൻ മലയിലോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ടെന്ന് ചോദിക്കണം. ഞങ്ങൾ ചെന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് ബസ് കുറവായിരുന്നു. കുറവാന്ന് മാത്രമല്ല, കുടിയാൻ മലയിലോട്ട് ഈ ഒരു സ്റ്റാൻഡിൽ നിന്നും അന്ന് ബസ്സേ ഇല്ലായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് അടുത്തുള്ള സ്റ്റാൻഡായിട്ടുള്ള തളിപ്പറമ്പ് സ്റ്റാൻഡിലോട്ട് പോകണം. അങ്ങനെ ശ്രീകണ്ഠാപുരം ടു തളിപ്പറമ്പ് സ്റ്റാൻഡിലോട്ട് നമ്മൾ ബസ് പിടിച്ചു. പെർ ഹെഡ് എന്ന് പറയുമ്പോൾ 28 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. ആ യാത്രയിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഞങ്ങൾ കാണാൻ പറ്റി. അങ്ങനെ തളിപ്പറമ്പ് ചെന്നിട്ട് പിന്നെ നമുക്ക് കുടിയാൻമലക്ക് ഇഷ്ടം പോലെ ബസ് കിട്ടുന്നതായിരിക്കും. ആ യാത്രയിലും കുറേ മലനിരകളൊക്കെ കാണാൻ പറ്റി. ചില മലയിലൊക്കെ നോക്കാൻ നേരത്ത് പാതി നല്ല ഡാർക്ക് ഗ്രീൻ പുല്ല്, കുറച്ച് പാതി ഇതുപോലെ ലൈറ്റ് ഗ്രീൻ പുല്ല് അങ്ങനെ കാണാം. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കാർമേഘം ഉള്ളതുകൊണ്ടാണ് ആ കാർമേഘത്തിന് താഴെയുള്ള ഭാഗങ്ങൾ ഡാർക്കായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി കുടിയാൻമലയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾ 2 റൂട്ട് കണ്ടില്ലേ, റൈറ്റിലോട്ടൊന്ന് ലെഫ്റ്റിലോട്ടൊന്ന്. ആ ലെഫ്റ്റ് റൂട്ടിൽ കൂടെ ആയിരിക്കും ബസ്സൊക്കെ വരുന്നത്. സോ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ആ റൂട്ടിൽ നിൽക്കണം. റൈറ്റിലോട്ടുള്ള ഈ ജീപ്പ് വന്ന റൂട്ടിൽ കൂടെ ആയിരിക്കും നമ്മൾ പൈതൽ മലയിലോട്ട് പോകുന്നത്. അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ജീപ്പിനും പോകാം, ഓട്ടോയ്ക്കും പോകാം. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറ്റം ഉള്ളതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ 2 പേരൊക്കെ കയറ്റത്തുള്ളൂ. എന്നിട്ടും റേറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ 450 രൂപയാണ്. ഓട്ടോ മര്യാദക്ക് കയറിയില്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇറങ്ങി ലാസ്റ്റ് തള്ളേണ്ടി വരും കേട്ടോ. ഇൻ കേസ് ജീപ്പിനാണ് പോകണമെങ്കിൽ ഞങ്ങൾ 5 പേര് ഈസി ആയിട്ട് കയറി. ബാക്കി 4 പേര്, ഫ്രണ്ടിലൊരാൾ, 6 പേരെ കൊണ്ടെങ്കിലും അവർ കയറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ജീപ്പിന് റേറ്റ് വന്നതെന്ന് പറയുമ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളി കുറച്ച് 600 രൂപയാക്കി തന്നതാണ്. നോർമൽ ഡേകളിലൊക്കെ ആണെങ്കിൽ 700, 750 വീതമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. ജീപ്പും ബസ്സും കൂടാണ്ട് നിങ്ങൾ നേരത്തെ കണ്ട പോലെ KSRTC സർവീസും ഉണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ എൻക്വയറി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വല്ല ഡിപ്പോയിലും വിളിച്ച് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രി പൈതൽ മലയിലോട്ടുള്ള. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഓഫീസറും ഒരു നോർമൽ പോലീസുകാരനും കാണും. ഞങ്ങൾ ചെന്നതുകൊണ്ട് അഡീഷണൽ ആയിട്ട് അന്ന് 2 നായക്കുട്ടന്മാരും കൂടെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി. ചെന്ന പാടെ തന്നെ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസൊക്കെ അവിടെ കുറച്ച് എഴുതി കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു ID പ്രൂഫും കൊടുക്കേണ്ടി വരും. പിന്നെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. കുപ്പിയോ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് കയറ്റാൻ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. തുടങ്ങി അധികം കഴിയാണ്ട് തന്നെ കാടിനകത്ത് വെൽഡ് ചെയ്യുന്ന പോലെ നല്ല ഒച്ച ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതാ കടന്നലാണോ? എന്താ പറയുന്നുണ്ടല്ലോ. ഇത്രക്ക് സൗണ്ടോ? രാജീവിയ അതുകൂടാണ്ട് മഴയില്ലാത്ത സമയത്ത് ഇനാക്ടിവേറ്റ് ആയി കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റി. മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഒഴുകി വരും. സോ മഴയുള്ള ടൈമിൽ ഇങ്ങോട്ടൊക്കെ നിങ്ങളെ കയറ്റുവാന്ന് സംശയമാണ്. പിന്നെ ഇടക്കിടക്ക് ഓരോ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. 1500 മീറ്റർ, 1000 മീറ്റർ, 500 മീറ്റർ ടു ദ വാച്ച് ടവർ എന്ന് പറഞ്ഞിട്ട്. ഈ മല കയറി ഏറ്റവും ടോപ്പിലായിട്ടൊരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കയറാനുണ്ട്. കയറുന്നിടക്ക് ആനപ്പിണ്ടമൊക്കെ കാണാനിടയായി. ആന എവിടെ നിന്നാണ് വന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ അകത്ത് ആന ഉണ്ടെന്ന് തോന്നുന്നു. പിണ്ടം നോക്കിയിട്ട് ഒരു 1, 2, 3 ദിവസം പഴക്കമൊക്കെ ഉള്ളൂ. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഓലയുടെ ഷെഡ് കെട്ടി വെച്ച് കാണും. ആൾക്കാർക്ക് വിശ്രമിക്കാനൊക്കെ വേണ്ടിയാ. നോക്കിയും കണ്ടൊക്കെ ഇരിക്കുക, ഇല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റേ ഇളകിപ്പറിച്ച് ഉരുണ്ട് മലയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് വീഴും. പിന്നെ ഇവിടെ ഞാവൽപ്പഴമൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നോക്കിയും കണ്ടൊക്കെ എടുക്കുക. വവ്വാലൊക്കെ ചപ്പിട്ടിടുന്നതാണെങ്കിൽ നിപ്പയുടെയൊക്കെ സീസണാണ്, നിപ്പയും വരാം. സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ നടന്ന് ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റാമിന കുറവായതുകൊണ്ട് അവർ ഭയങ്കര ബാക്കിൽ ലാഗ് അടിച്ചൊക്കെയാണ് വന്നത്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ടോപ്പിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ ഇറക്കം ഇറങ്ങിയിട്ട് വേണം 500 മീറ്റർ മാറി നമ്മുടെ ലാൻഡ് മാർക്കിലോട്ട് എത്താൻ. ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വാച്ച് ടവറാണ്. ഈ ഒരു യാത്ര തുടങ്ങാൻ നേരത്ത് പലരും പറഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പോഴൊന്നും പോയിട്ട് കാര്യമില്ല, ഞങ്ങൾ മെയ് മാസമാണ് പോയത്, ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര വെയിലായിരിക്കും എന്നൊക്കെ. ബട്ട് വന്നത് തീർച്ചയായും വെറുത്തായിരുന്നെന്ന് ഇവിടെ ഇത്ര മുകളിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് മെയിൽ വന്നാലും നിങ്ങൾ ചൂടുണ്ടെങ്കിലും ഈ കാടിനകത്തൂടെയുള്ള ഒരു 1-1.5 കിലോമീറ്റർ വോക്കില്ലേ, ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. നിങ്ങൾക്കതിവിടെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾക്ക് പലർക്കും ചെവിയൊക്കെ അടഞ്ഞു പോയി. ഐ മീൻ വീക്കായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക്.
അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നടന്ന് ഈ വഴി കൂടെ നടന്ന് അങ്ങേ അറ്റത്ത് ചെല്ലുന്നതാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. ഞങ്ങൾ വന്ന ദിവസം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കാർമേഘം ഉണ്ടായിരുന്നു. അപ്പോൾ കാർമേഘം ഉള്ള സ്പോട്ടൊക്കെ അത്യാവശ്യം ഇരുണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതാ കാണുന്ന പോലെ തണൽ കാണും. ഇല്ലാത്ത സ്പോട്ടിലൊക്കെ നമ്മൾ കുറച്ച് നേരം കണ്ട പോലെ നല്ല വെയിൽ കാണും. ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരിലുള്ള കൂർഗ് ഫോറസ്റ്റൊക്കെ കാണാമെന്നാണ് പറയുന്നത്. കൂർഗ് എവിടെയെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ നോക്കിയൊന്നുമില്ല. നെറ്റിൽ അങ്ങനെ കണ്ടിരുന്നത്. പിന്നെ കുറേ കണ്ണൂരിലുള്ള മലനിരകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്ന് വാച്ച് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ടാങ്ക് കാണും. ഇത് നിങ്ങൾക്ക് കുടിക്കാൻ വെച്ച വെള്ളമെന്നാണ് പറയുന്നത്. ബട്ട് ഇത് ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഗപ്പി, ഗൗറാമി അങ്ങനെയുള്ള മീനുകളെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാച്ച് ടവറിലോട്ട് നമ്മൾ ആദ്യം കയറിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കാണും കേട്ടോ. വാച്ച് ടവറിൻ്റെ സൈഡിൽ കൂടെ അധികം ആരും വരത്തില്ല. അവിടെ അങ്ങനെ ലോങ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ കൂടി ആരും വരത്തില്ല. സ്വന്തം റിസ്കിൽ പോകണം. ചിലപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് വഴിയൊക്കെ മാറിപ്പോകാം. പിള്ളേർക്കൊക്കെ പേടിയായിരുന്നു. പിന്നെ ഞാനുള്ളതുകൊണ്ട് ധൈര്യത്തിലാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പോയിട്ട് എല്ലാവരും വഴിയൊക്കെ കാണിച്ചു കൊടുക്കണം. അങ്ങോട്ട് ഇറങ്ങാനെന്ന് പറയാൻ നേരത്ത് ചുമ്മാ ഒരു 10-15 പാറക്കല്ലുകൾ ഇങ്ങനെ ചുമ്മാ വെതറിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടിയും ഓടിയൊക്കെ വേണം നമ്മൾ ഇറങ്ങാൻ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങിയാലും ആ ഒരു പോയിന്റിലോട്ട് എത്തത്തുള്ളൂ. നമ്മുടെ പൈതൽ മലയിലെ സമിറ്റ് അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയുന്നത് ആ നേരത്തെ മുകളിൽ കണ്ടിരുന്ന വാച്ച് ടവറാണ്. ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിള്ളേരെല്ലാം കൂടി ഇത് രാജ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണല്ലേ. വന്ന വഴി പുതിയ ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ. ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൽ പെടുന്ന അരണയാണ്. ഇപ്പോൾ ഇതൊക്കെ വംശനാശം വന്നിരിക്കുകയാണ്. സോ നമ്മൾ വേണം ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. നമ്മുടെ എൻട്രൻസിൽ നിന്നും വാച്ച് ടവറിലോട്ട് വന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഈ ഒരു രാജ് പോയിന്റിലോട്ട് വരാൻ. അതിന് കാരണം മറ്റേ വഴിയെന്ന് പറയാൻ നേരത്തെ ആൾക്കാർ പോയി നല്ലൊരു റൂട്ടുണ്ട് ഈവനായിട്ട് കിടക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ആരും അങ്ങനെ വരാറില്ല. സോ വലിയ പാറ കഷ്ണങ്ങൾ ചുമ്മാ ഇങ്ങനെ വലിച്ചിട്ടിരിക്കുകയാണ്. നോക്കിയും കണ്ടൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ തീറ്റി കിടക്കും. മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല തെന്നലും കാണും കേട്ടോ. സോ ആദ്യം ഞാൻ കയറണം, എന്നിട്ട് വേണം ബാക്കി എല്ലാവരും പിടിച്ച് കയറ്റാൻ. ആദ്യം ഞാൻ ഇറങ്ങണം, എന്നാലും ബാക്കി എല്ലാവരും പിടിച്ചിറക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാച്ച് ടവറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് പണിതിരുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കാട്ടുതീ ഉണ്ടായാൽ അത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടവർ പണിതിരിക്കുന്നത്. ഇവിടെയും ഒരു ഫോറസ്റ്റുകാരനെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇട്ട് കാണും കേട്ടോ. ഈ ഓഫീസറിനെ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 തൊട്ട് 4 മണി വരെ ഇവിടെ വിസിറ്റിംഗ് ടൈം ഉള്ളൂ. 4 മണി ആവാൻ നേരത്ത് തന്നെ ഈ പുള്ളി എല്ലാവരും ഒഴിപ്പിക്കാൻ തുടങ്ങും. പിന്നെ 3 മണി വരെ നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം നേരത്തെ വരാൻ നോക്കുക. 3 മണി കഴിഞ്ഞാൽ ആർക്കും ഇവർ ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കത്തില്ല. നമ്മൾ ഈ വാച്ച് ടവറിൽ വന്നു കഴിഞ്ഞാൽ ഈ പുള്ളി ചിലപ്പോൾ ടിക്കറ്റൊക്കെ വാങ്ങി നോക്കുവാണ്ട് എത്ര പേരുണ്ടെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ പോകാൻ നേരത്ത് ഈ പുള്ളി വയർലെസ്സിൽ കൂടെ ആ എൻട്രൻസിൽ നിൽക്കുന്ന സെക്യൂരിറ്റികളോട് ഇൻഫോം ആക്കുന്നതായിരിക്കും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെട്ടു, അവിടം വരെ എത്തിയില്ല, മറ്റെന്തെങ്കിലും അപകടം പറ്റിയോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും അവരത് ചെയ്യുന്നത്. ഞങ്ങളോട് ചോദിച്ചായിരുന്നു, ചിലപ്പോൾ നിങ്ങൾ ക്യാമറയൊക്കെ ഒളിപ്പിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇവർ കണ്ടു കഴിഞ്ഞാൽ ടിക്കറ്റിൽ ക്യാമറ മെൻഷൻ ആക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ തീർത്തിട്ട് തിരിച്ച് വരുവാണ്. അപ്പോൾ വീണ്ടും വന്ന വഴി മറ്റൊരു വെള്ളച്ചാട്ടം കാണാനിടയായി. ഇപ്പോൾ ഇനാക്റ്റീവാണ്, മഴ പെയ്യുമ്പോൾ തീർച്ചയായും ആക്റ്റീവ് ആവും. പിന്നെ ഈ കാട്ടിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നമ്മൾ കാണാത്ത ജീവികളൊക്കെ, കാട്ടുപൂക്കളൊക്കെ ഇവിടെ കാണാനും പറ്റുന്നതായിരിക്കും. പിന്നെ ഈ കാട് ചുറ്റും ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസ് കെട്ടി വെച്ചിരിക്കുകയായിരിക്കും. ഇതിപ്പം മൃഗങ്ങൾ കയറാണ്ടിരിക്കാനാണോ മനുഷ്യർ കയറാണ്ടിരിക്കാനോ എന്ന് അറിയത്തില്ല. സോ നിങ്ങൾക്ക് വേറെ വഴി കൂടെ ഒന്നും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മലയിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്ന വണ്ടി തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകാൻ ഉപയോഗിക്കുന്നത്. ആ ടൈമിൽ അവർ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ വാങ്ങി വെക്കുവാണെങ്കിൽ നിങ്ങൾ വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്നെ അവരെ വിളിക്കുവാണെങ്കിൽ മല ഇറങ്ങി താഴെ എത്താൻ നേരത്തെ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. ഉച്ചക്ക് കഴിക്കാമെന്നും പറഞ്ഞ് രാവിലെ വാങ്ങിയ ബ്രെഡ് കഴിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയത് വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ. വെറും ഒരു ഗ്ലാസ് കട്ടനും മുള്ളുവടയുടെയും ബലത്തിലാണ് ഞങ്ങൾ പൈതൽ മല കയറിയിട്ട് ഇറങ്ങിയത്. അതും കണ്ണൂരിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള നെസാറിൽ നിന്നും മന്തി അടിച്ചിട്ടാണ് ഞങ്ങളെല്ലാം പിരിഞ്ഞത്. അപ്പോഴത്തേക്കും ബൈ.